ക്ലബിന്റെ 15ാം വാർഷികം വേറിട്ട രീതിയിൽ ആഘോഷിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഈ പാടത്തെ പച്ചപ്പണിയിച്ചത്. ആദായകരമല്ലെന്ന പേരിൽ വർഷങ്ങൾക്കു മുൻപേ കൃഷി ഒഴിവാക്കിയ വയലിൽ പരീക്ഷണമായി വിത്തിറക്കാൻ നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് രംഗത്തിറങ്ങിയത്. പരീക്ഷണം വിജയമാക്കാൻ കുഞ്ഞുകുട്ടി ആബാലവൃതം കൈകോർത്തിറങ്ങിയതോടെ ക്ലബ് അധികൃതരും ഉത്സാഹത്തിലായി. അങ്ങനെ നാട്ടുകാരുടെ ഒരുമയിൽ കഴിഞ്ഞ ജൂലൈ മാസം ആദ്യം മരവയലിലെ മണ്ണ് വീണ്ടും കുളിരണിഞ്ഞു. നെൽകൃഷിയിലെ നാട്ടറിവുകൾ മറന്നുപോയ പുതുതലമുറയ്ക്ക് ചെളിയും വിയർപ്പും പുത്തൻ അനുഭവമായി മാറി. അതിന്റെ പ്രതിഫലമെന്നോണം മാസങ്ങൾക്കിപ്പുറം നല്ല വിളവും ലഭിച്ചു. ആതിര, ജയ ഇനങ്ങളിൽപ്പെട്ട നെല്ലിനങ്ങളാണ് പരീക്ഷണമായി മരവേലിൽ കൃഷി ചെയ്തത്. പരീക്ഷണ വിജയത്തിൽ ഈ നാടാകെ സന്തോഷത്തിലാണ്. നല്ല വിളവെടുപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും കൂടുതലായിട്ടുള്ള രീതിയിലാണ് ഈ കൃഷി നെൽക്കതിർ കാണുന്നത്. ആവശ്യക്ക് നല്ല ഒരു ആവേശം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൃഷി നഷ്ടമാണെന്ന് വെച്ചാൽ കൃഷി ഇന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്താണ് ഞങ്ങളിതൊക്കെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. നാടൊന്നടങ്കം കൊയ്ത്തിനിറങ്ങിയത് മരവയലിന് സമ്മാനിച്ചത് ഉത്സവാന്തരീക്ഷമായിരുന്നു. കൃഷിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ കാർത്യായനിയമ്മയെ കൊയ്ത്തുദിനത്തിൽ പാടത്തു വെച്ച് തന്നെ ആദരിക്കാനും നാട്ടുകാർ മറന്നില്ല. തീർന്നില്ല ഈ ഗ്രാമത്തിന്റെ വിശുദ്ധി. വിളയിച്ചെടുത്ത നെല്ലിന്റെ ഒരു വിഹിതം നിർധനരായ 5 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനും മണ്ണിനെ അറിഞ്ഞ ഈ മനസ്സുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. കൃഷിയിറക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തിക സഹായം തേടി യുവജനക്ഷേമ ബോർഡിനെ ക്ലബ് അധികൃതർ സമീപിച്ചിരുന്നു. 20,000 രൂപയുടെ സഹായത്തിനുള്ള അപേക്ഷയിൽ ബോർഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തങ്ങളുടെ വിജയഗാഥ അറിഞ്ഞെങ്കിലും യുവജനക്ഷേമ ബോർഡ് സഹായഹസ്തം നീട്ടുമെന്ന പ്രതീക്ഷയിലാണ് ക്ലബ് അധികൃതർ. ക്യാമറാമാൻ ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.